എല്ലാവർക്കും നമസ്കാരം. ISRയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പ്രദേശത്ത് സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതെ അവസാനത്തോടെ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഈ റിക്രൂട്ട്മെന്റ് വിശദ വിവരത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇപ്പോൾ നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിക്കാം. ഓൺലൈൻ അപേക്ഷകൾ 2026 ഏപ്രിൽ 28 മുതലാണ് ആരംഭിക്കുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് 2026 മെയ് 12 എല്ലാ ഒഴിവുകളും തിരുവനന്തപുരം ലൊക്കേഷനിലാണ്. ശമ്പള സ്കെയിൽ വരുന്നത് ലെവൽ 10 ആണ്. ബേസിക് ശമ്പളം ഏകദേശം 56,100 മുതൽ 1,77,500 രൂപ വരെ ലഭിക്കും. ഇതിനു പുറമെ വിവിധ അലവൻസുകൾ ലഭിക്കും. ഇപ്പോൾ ഓരോ പോസ്റ്റും വേർതിരിച്ച് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് കോഡ് വരുന്നത് 803 ആണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ആണ്. ഇതിൽ അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BTech BE ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ വെൽഡിംഗ് ടെക്നോളജി, ഷീറ്റ് മെറ്റൽ, മെറ്റൽ മാനുഫാക്ചറിംഗ് എന്നിവയിൽ MTech ഉള്ളവർക്ക് യോഗ്യതയുണ്ട്. കുറഞ്ഞത് 65% മാർക്ക് അല്ലെങ്കിൽ 6.84 CGPA വേണം. അടുത്ത പോസ്റ്റ് കോഡ് വരുന്നത് 804 ആണ്. പോസ്റ്റ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപേക്ഷിക്കാം. MTech ടർബോ മെഷീനറി വിഷയങ്ങളിലായിരിക്കണം. അടുത്ത പോസ്റ്റ് കോഡ് വരുന്നത് 805 ആണ്. പോസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 65% മാർക്ക് അല്ലെങ്കിൽ 6.84 CGPA ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് കോഡ് വരുന്നത് 806 ആണ്. ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ BTech അല്ലെങ്കിൽ BE, MTech പവർ ഇലക്ട്രോണിക്സ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് കോഡ് വരുന്നത് 807 ആണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപേക്ഷിക്കാം. MTech RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കണം. 65% മാർക്ക് അല്ലെങ്കിൽ 6.5 CGPA ആവശ്യമാണ്. അടുത്ത പ്രായപരിധി നോക്കാം. പരമാവധി പ്രായം വരുന്നത് 30 വയസ്സാണ്. ഇതിൽ OBCക്ക് 33 വയസ്സ് വരെ ഏജ് റിലാക്സേഷനും SC/STക്ക് 35 വയസ്സ് വരെ ഇളവ് ലഭിക്കും. അടുത്ത പ്രധാന തീയതികൾ: അപേക്ഷ ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 28 ആണ്. അവസാന തീയതി വരുന്നത് 2026 മെയ് 12 ആണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ സമയപരിധിക്കുള്ളിൽ ഓൺലൈൻ അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എല്ലാ വിവരങ്ങളും ശരിയായിട്ട് വായിച്ചുറപ്പിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക. ഈ അവസരം പ്രത്യേകിച്ച് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലൊരു പ്രധാന നഗരത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക. അവർക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.